Hi guys, it's a very quick video about permanent hair blow dry. ഞാൻ പെർമനന്റ് ഹെയർ ബ്ലോ ട്രൈ ചെയ്യാനുള്ള റീസൺസും അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 months ആവുന്നേ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കരുതി. എന്റേതൊരു വേവി ഹെയർ ടൈപ്പ് ആണ്. വേവി ആണെങ്കിലും വളരെയധികം ഫ്രിസി ഹെയർ ആണ്. ഞാൻ കോംബ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അത് നല്ല വൃത്തിയിൽ ഒതുങ്ങി നിൽക്കുമെങ്കിലും ചെറിയൊരു കാറ്റ് തട്ടുകയാണെങ്കിൽ അത് നല്ല കോലായിരിക്കും. കാരണം സോ അതായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺ. കാരണം നമുക്ക് ഹെയർ ഇടയ്ക്കിടയ്ക്ക് കോംബ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഏത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കെരാറ്റിൻ വേണോ, ബോട്ടോക്സ് വേണോ, സ്മൂത്തനിങ് വേണോ, സ്ട്രെയിറ്റിംഗ് വേണോ? ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ യൂട്യൂബിലൊക്കെ കുറെ ഞാൻ സെർച്ച് ചെയ്തു. ഏതോ ഒരു വീഡിയോയിലാണ് ഞാൻ ഈ പെർമനന്റ് ഹെയർ ബ്ലൂ ഡ്രൈനെ പറ്റിയിട്ട് അറിയുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. കാരണം ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്നുണ്ട്. എനിക്ക് വലിച്ചു നീട്ടിയ സ്ട്രെയിറ്റ് ഹെയറിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ഉറപ്പിച്ചു പെർമനന്റ് ഹെയർ ബ്ലൂ ഡ്രൈ തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ പാർലറിലെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, എന്റെ ഹെയറിൽ ഇത് ചെയ്താൽ ഭംഗി ഉണ്ടാവുമോ, രസം ഉണ്ടാവുക കാണാമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഷീ എക്സ്പ്ലെയിൻ മീ, ഇതാണ് സംഭവം, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ എനിക്ക് ഡബിൾ ഓക്കെ ഇത് മതി എന്നുള്ളത്. സോ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് ഹെയർ കട്ട് കൂടി ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തു, ഹെയർ കട്ട് ചെയ്തു, ബ്ലോ ഡ്രൈ ചെയ്തു. ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്തു. അയൺ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്രയും പോർഷൻ അയൺ ചെയ്തിട്ട് ഇവിടെ കേൾസ് കൊടുത്തു. ദെൻ ഷീ അപ്ലൈഡ് എ ക്രീം. പിന്നെ ഞാനൊരു 40 minutes ഓർ സംതിങ് വെയിറ്റ് ചെയ്തു. അഗൈൻ റിപ്പീറ്റ്, വാഷ് ചെയ്തു, ബ്ലോ ഡ്രൈ ചെയ്തു, സെയിം വേ അയൺ ചെയ്തു, ഇന്നൊരു ക്രീം അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നത് സ്മൂത്തനിങ്ങിന്റെ ക്രീമാണ്. ഓക്കെ, ഈ പെർമനന്റ് ഹെയർ ബ്ലോ ഡ്രൈയില് അവർ അപ്ലൈ ചെയ്യുന്നത് സ്മൂത്തനിങ് ക്രീം. എനിക്ക് തോന്നുന്നു സ്മൂത്തനിങ്ങിന്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ പെർമനന്റ് ഹെയർ ബ്ലോ ഡ്രൈയിലും ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്മൂത്തനിങ് ചെയ്യുന്നത് പോലെ ഇവര് ഫുൾ ഹെയർ ലെങ്തിൽ ക്രീം അപ്ലൈ ചെയ്യില്ല. ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇതെന്റെ നാച്ചുറൽ ഹെയർ ആണ്. ഇവർ ക്രീം അപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടെ വരെ മാത്രമേ ഇവർ ക്രീം അപ്ലൈ ചെയ്യുള്ളൂ. ഇത് വെറുതെ വിടും. ഇത് നമ്മളുടെ നാച്ചുറൽ ഹെയർ ആയിരിക്കും. അപ്പൊ ഇതാണ് പെർമനന്റ് ബ്ലോ ഡ്രൈയുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഞാൻ സെക്കൻഡ് ഡേ പാർലറിൽ പോയിട്ട് തന്നെയാണ് ഹെയർ വാഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള ഷാംപൂ മാസ്കും ഒക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്തത്. എനിക്ക് പാർലറിൽ പറഞ്ഞു തന്ന സെയിം ഷാംപൂ ആൻഡ് മാസ്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഷാംപൂ ആൻഡ് മാസ്ക് ആണ്. ലോറിയൽ എക്സ്റ്റൻസീവ് കെയറിന്റെ ഈ ഷാംപൂ ആൻഡ് മാസ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളിയാണ്. എനിക്ക് പിന്നീട് ഒരു ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ, ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തത് കൊണ്ട് തന്നെ കൂടുതൽ ഹെയർ ഫോൾ കാണുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഞാനിപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഹെയർ വാഷും കാര്യങ്ങളും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഹെയർ ഫോളോ കാര്യങ്ങളും എനിക്കില്ല. ദെൻ ഐ തിങ്ക് മന്ത്ലി വൺസ് ഹെയർ സ്പാ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ കമന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബൈ എവരിവൺ.